ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഹൃദയഭേദകമായ വിട നൽകി ലോകം. റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ മാർപ്പാപ്പയുടെ ഭൗതികദേഹം സംസ്കരിച്ചു. മാർപ്പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ള ലോക നേതാക്കൾ. റിപ്പോർട്ട് കാണും. മാർപ്പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ 3 ദിവസങ്ങളായി സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ജനലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി അടക്കം 130 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘം വത്തിക്കാനിലെത്തി മാർപ്പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രാദേശിക സമയം 8 മണിയോടെ പൊതുദർശനം അവസാനിച്ചു. തുടർന്ന് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ദിവ്യബലി അടക്കമുള്ള ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പ്രാർത്ഥനകൾക്ക് ശേഷം സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് വിലാപയാത്രയായി മൃതദേഹം സാന്താ മരിയ മാർജറി ബസിലിക്കയിലേക്ക് കൊണ്ടുപോയി. വഴിനീളെ വെളുത്ത പൂക്കളുമായി അണിനിരന്ന വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു വിലാപയാത്ര. വിശുദ്ധ പത്രോസിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് മുൻ മാർപ്പാപ്പമാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത്. എന്നാൽ തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെയിന്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കണമെന്ന് മാർപ്പാപ്പ മരണപത്രത്തിൽ പറഞ്ഞിരുന്നു. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സാന്താ മരിയ മാർജറി ബസിലിക്കയിലാണ് സംസ്കാരം. ഇന്ത്യയിൽ നിന്നും കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, കിരൺ റിജിജു, ഗോവ ഡെപ്യൂട്ടി സ്പീക്കർ ജോഷുവ ഡിസൂസ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, സീറോ മലങ്കര സഭാധ്യക്ഷൻ കർദിനാൾ ബെസേലിയോസ് മാർ ക്ലിമീസ് കത്തോലിക്ക ബാവ എന്നിവരും ശുശ്രൂഷയിൽ പങ്കെടുത്തു. കബറടക്കം കഴിയുന്നതിന് പിന്നാലെ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന നടപടികൾ വത്തിക്കാനിൽ ആരംഭിക്കും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.